ഓർഡർ ഉണ്ടോ? ഇല്ല. പോട്ടെ. ആ ഓർഡർ നമ്മളൊരു സർക്കാർ ഉത്തരവുണ്ട്. അതിനകത്ത് 1, 2, 3, 4 മോഡൽ നമ്പർ. നമ്മളെല്ലാരോടും പറയേണ്ട കാര്യം ഇതാണ്. ഈ ഓർഡർ പ്രകാരം സർക്കാരിന്റെ ഫിഷറീസ് ആൻഡ് പോർട്ട് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഓർഡർ ഉണ്ട്. എയ്കോം എന്ന് പറയുന്ന ഒരു കമ്പനിയെ LDFന്റെ ഈ ലാൻഡ് ലോഡ് മോഡലിൽ നിന്ന് പുതുക്കി പുതിയ വ്യവസ്ഥകൾ, പുതിയ കണ്ടീഷൻസ് വിഴിഞ്ഞം എങ്ങനെ നടപ്പാക്കണം എന്ന് പഠിക്കാൻ എയ്കോം എന്ന് പറയുന്ന ഒരു കമ്പനി കൺസൾട്ടന്റ് ആണ്. ഈ കമ്പനിയോട് നിർദ്ദേശങ്ങൾ ചോദിച്ചു. അത് എവിടെയുണ്ട്? നോട്ടീസ്, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന നോട്ടീസിലുണ്ട്. ഉത്തരവ് നമ്പർ ഇല്ല. ഈ നോട്ടീസ് ഇല്ലേ? ഉണ്ടല്ലോ. പൊതുമേഖലയിലാക്കുക. അതിനകത്ത് ആ ഉത്തരവുണ്ട്. ഈ ഉത്തരവിനകത്ത് ഈ എയ്കോം എന്ന് പറയുന്ന കമ്പനി 4 കാര്യങ്ങൾ നിർദ്ദേശിച്ചു. 4 മോഡൽ വിഴിഞ്ഞം എങ്ങനെ നടപ്പാക്കണം. ഈ 1ഉം 2ഉം എന്ന് പറയുന്നത് കാര്യമായ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇല്ല. ഗവൺമെന്റിന്റെ മിക്കവാറും ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലാണ്. ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരാളെ കൊണ്ടുവരുന്നു. ഇതിനകത്താണെങ്കിൽ കുറച്ച് ക്രെയിനും നടപ്പാത, ഗേറ്റ് ഇതൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. ഇത്രയാണ് പ്രൈവറ്റുകാരന്റെ ഇൻവെസ്റ്റ്മെന്റ്. ഇവിടെ ആകുമ്പോഴത്തേക്കാണ് ഒരു കെട്ടിടം കൂടെ, ഈ നമ്മുടെ നികത്തി എടുക്കുന്ന സ്ഥലത്ത് ഒരു കെട്ടിടം കൂടെ പണിയണം. എന്നാലും ഇത് രണ്ടിലും വലിയ റോളില്ല, വലിയ പൈസ ഇൻവെസ്റ്റ് ചെയ്യണം. 3ഉം 4ലും ഹെവി ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇതിനകത്താണ് കേന്ദ്ര ഗവൺമെന്റിന്റെ VGF ഒക്കെ വരുന്നത്. ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥന്മാരും സബ് കമ്മിറ്റിയും ആദ്യം നിർദ്ദേശിച്ചത് മോഡൽ നമ്പർ 2 ആണ്. പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോഴത്തെ ഗവൺമെന്റിന്റെ കാലത്ത് അവരുടെ ഉദ്യോഗസ്ഥന്മാര് പരിശോധിച്ചിട്ട് വിഴിഞ്ഞത്തിന് വേണ്ടി റെക്കമെൻഡ് ചെയ്തത് മോഡൽ നമ്പർ 2 എന്ന് പറയുന്നത് നമുക്ക് സമ്മതിച്ചു കൊടുക്കാം, വലിയ കുഴപ്പമില്ല. ഇതിനൊക്കെ കുറച്ച് മോശമൊന്നുമില്ല, എന്താണ് സ്വീകാര്യമാണ്. ഈ പറയുന്ന കഥാപാത്രം രംഗത്ത് വരുന്നതോടുകൂടി ഈ 2 വെട്ടിക്കളഞ്ഞിട്ട് 4 പൂർണ്ണമായും 4000 കോടി ഇവിടെയാണ്. നമ്മുടെ ഡിമാൻഡ് സർക്കാരിന്റെ ഈ ഉത്തരവ് പ്രകാരം മോഡൽ നമ്പർ 1 നടപ്പിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ. നമ്മളായിട്ട് ഒന്നും പറയുന്നില്ല. അവരുടെ കൺസൾട്ടന്റ്, അവരുടെ ഉദ്യോഗസ്ഥന്മാര്, ഇവരെല്ലാരും ചെയ്ത ഉത്തരവ് ഇതിനകത്തുണ്ട്. ഈ ഉത്തരവ് പ്രകാരം മോഡൽ നമ്പർ 1 ഗവൺമെന്റ് നടപ്പാക്കും. എല്ലാം ഉണ്ട്. ഈ 1 ഉം 2 എന്തൊക്കെ നോട്ടീസിനകത്ത് നമ്പർ മാത്രമേ ഉള്ളൂ. അതിന്റെ ഓർഡറിന്റെ കോപ്പി തരാം. അല്ല, ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ. ഈ മോഡൽ നമ്പർ 1 പ്രകാരം അവർ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ക്രെയിൻ, പ്രൈവറ്റുകാരൻ കൊണ്ടുവരേണ്ട ക്രെയിൻ, ഗേറ്റ്, പേയ്മെന്റ്സ്, 3 കാര്യമുള്ളൂ. ഈ ക്രെയിൻ എന്ന് പറയുമ്പോ ഒരു 10, 400, 300 കോടി രൂപ. DP വേൾഡിന്റെ അതേ മോഡലാണിത്. കാര്യമായ ഇൻവെസ്റ്റ്മെന്റ് പ്രൈവറ്റ് ഇല്ല. ഇതില് ഒരു ബെർത്ത് കൂടെ വരുന്നുണ്ട്. രണ്ടാമത്തേത് ബാക്കിയെല്ലാം ഇത് തന്നെ. 3ഉം 4ഉം കംപ്ലീറ്റ് അവനാണ്. ഡ്രഡ്ജിങ്, റിക്ലമേഷൻ, ബെർത്ത്, കുന്തം, കുടച്ചക്ര എല്ലാം അവനാണ്. ഇതിനകത്ത് VGF വരും. 4000 കോടി രൂപയുടെ 1600 കോടി കേന്ദ്രം കൊടുക്കും, കിട്ടാൻ സാധ്യതയുണ്ട് എന്നൊക്കെ എല്ലാം ഉണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഉദ്യോഗസ്ഥന്മാരെ റെക്കമെൻഡ് ചെയ്ത 2 ആരാണ് അട്ടിമറിച്ചത്? നമ്മുടെ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ പഠിച്ചപ്പോ അവർക്ക് ഫീസിബിൾ എന്ന് തോന്നിയത് 2 ആണ്. അത് അട്ടിമറിച്ചത് ആരാണ്? അത് അട്ടിമറിച്ചിട്ട് എങ്ങനെ 4000 കോടിയിലോട്ട് ഈ മോഡൽ നമ്പർ 4 പോയി? ഇതാണ് 2G സ്കാം ആയിട്ട് നാളെ മറ്റേ സെക്കൻഡ് വരുന്നത് 3000 ബർത്ത് എത്ര കോടിയാണ് ഇൻവെസ്റ്റ്മെന്റ് വരുന്നത്? ഇതെന്തായാലും 1000-ൽ താഴെ വരുള്ളൂ. ഈ ഡ്രഡ്ജിംഗ് ഉൾപ്പെടെ ഇതിന് ഡ്രഡ്ജിംഗ് ഇല്ല, ബർത്ത് മാത്രമേ പണിയുന്നുള്ളൂ. ഡ്രഡ്ജിംഗ് ഒക്കെ ഇതിലേ വരുന്നുള്ളൂ. ഇതെല്ലാം ഗവൺമെന്റ് ചെയ്യും. ബർത്ത് ഇത് മുഴുവൻ പ്രൈവറ്റ് ആണ്. ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ പ്രൈവറ്റുകാർ ചെയ്യണം, ബാക്കി മുഴുവൻ ഗവൺമെന്റ് ചെയ്യും. ഇവിടെ ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ പ്രൈവറ്റ് ചെയ്യും, ഗവൺമെന്റ് നോക്കുകുത്തിയായിട്ടിരിക്കും. അപ്പൊ ഈ 2 കട്ട് ചെയ്ത് കളഞ്ഞിട്ട് 4 എടുത്തിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഡിമാൻഡ് മോഡൽ നമ്പർ 1, സർക്കാരിന്റെ ഉത്തരവിലെ മോഡൽ നമ്പർ 1 നടപ്പാക്കണം. അപ്പൊ അതിന് ആവശ്യമുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഉത്തരവിന്റെ കോപ്പി എടുത്തു തരാം. മഞ്ജുലാൽ എക്സ് നേവി ഓഫീസറാണ്.
ഇത്രയും നാൾ മഞ്ജുലാൽ നമ്മൾ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. ഈ വിഴിഞ്ഞത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ എവിടെയാണെന്ന് പറഞ്ഞ് പുള്ളിക്ക് കണ്ടെത്താൻ പറ്റിയില്ല. ഒടുവിൽ കണ്ടെത്തി. ഇന്നലെ മുതൽ ഇന്നലെയാണ് മെഞ്ഞാന്ന് മുതൽ ഞങ്ങളുടെ കൂടെ ക്യാമ്പസുകളിലെല്ലാം നോട്ടീസ് വിതരണം ചെയ്യാനൊക്കെ വന്നു തുടങ്ങി. വർക്കലയിൽ ഒരു റിസോർട്ട് നടത്തുന്നുണ്ട് മഞ്ജുലാൽ. ഓക്കെ, വേറെ ആരെങ്കിലും വന്നോ? ഇടയ്ക്ക് മഞ്ജുവിന്റെ കൂടെ വേറെ ആരെങ്കിലും വന്നോ? ഒറ്റയ്ക്കാണോ?